ഏതൊരു യാതനയും നമുക്ക് സഹിക്കാം, പങ്കുവയ്ക്കാൻ ഒരാൾ നമുക്കൊപ്പമുണ്ടെങ്കിൽ. ഒറ്റയ്ക്കാവുക എന്നത് എത്ര ദുഷ്കരമാണെന്നും. വാക്കുകൾ നമുക്കിടയിൽ കിടന്ന് പരൽമീനുകളെ പോലെ പിടയ്ക്കും. പങ്കുവയ്ക്കപ്പെടാനാവാത്ത വികാരങ്ങൾ വിങ്ങുകയും പതയുകയും വായിൽ നിന്ന് നുരയുകയും ചെയ്യും. സങ്കടങ്ങൾ കേൾക്കാൻ ഒരു കാതുണ്ടാകണം, നമുക്ക് നേരെ നോക്കാൻ രണ്ട് കണ്ണുകളുണ്ടാവണം, നമുക്കൊപ്പം ഒഴുകാൻ ഒരു കവിൾത്തടമുണ്ടാകണം. ഇല്ലെങ്കിൽ ഭ്രാന്തിൽ ചെന്നാകും അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ. ഏകാന്ത തടവിനൊക്കെ വിധിക്കപ്പെടുന്നവർ ഭ്രാന്തരായിത്തീരുന്നതിൻ്റെ കാരണം അതാവാം. ഈ ഒരൊറ്റ നോവൽ കൊണ്ട് ബെന്യാമിൻ്റെ എഴുത്തിനോട് എത്രമാത്രം പ്രണയം എനിക്ക് തോന്നിയെന്ന് പറയാതെ വയ്യ. മഞ്ഞവെയിൽ മരണങ്ങളും അക്കപ്പോരും മാന്തളിരും മുല്ലപ്പൂ വിപ്ലവമൊക്കെ കടന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആടുജീവിതത്തിൽ എത്തിപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വീർപ്പുമുട്ടൽ നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും സമർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന നോവൽ ഒരുപക്ഷെ അറേബ്യൻ നാടുകളിലെ മലയാളി ജീവിതത്തിലേക്കൊരു എത്തിനോട്ടം തന്നെയാണ്. പ്രവാസമെന്നാൽ നജീബ് സ്വപ്നം കണ്ട AC വണ്ടി, AC മുറി, പതുപതുത്ത മെത്തക്കട്ടിൽ എന്നത് മാത്രമല്ല, നജീബ് ജീവിച്ച ആടുജീവിതം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. കഷ്ടതകളും ആകുലതകളും അടിമത്തവും അസ്ഥിരതകളും നിറഞ്ഞ പ്രവാസം. മരുഭൂമിയിലെ മസ്രയിലെത്തപ്പെട്ട നജീബ് ഞാനായിരുന്നു. പൊരുവെയിലത്ത് ഒരു തുണ്ട് തണലിനായി കൊതിച്ചതും ഞാനായിരുന്നു. പിറന്നു വീണ ആട്ടിൻകുട്ടിയെ നബീലെന്ന് വിളിച്ചതും വെയിലേറ്റ് വാടിയ കുബൂസ് വെള്ളത്തിൽ മുക്കി തിന്നതും മഴയത്ത് ഭ്രാന്തമായി നനഞ്ഞതും ആടുകളോട് സംസാരിച്ചതും നാട്ടിൽ പാഴാക്കി കളഞ്ഞ വെള്ളത്തെ ഓർത്ത് വ്യസനിച്ചതും ഞാൻ തന്നെയായിരുന്നു. അറബ് ജയിലിൽ ആട്ടിറച്ചി വച്ചുണ്ടാക്കിയ വിഭവങ്ങളുള്ള നാളിൽ പട്ടിണി കിടന്നതിലൂടെയും പോച്ചക്കാരി രമണിയെ കെട്ടിപ്പിടിച്ചു ഉറക്കമണിയിട്ടതിലൂടെയും പിന്നെ കൊല്ലമാണ് എൻ്റെ ഉപ്പ ചത്തത് എന്നൊരൊറ്റ പ്രയോഗത്തിലൂടെയും നജീബ് ജീവിച്ചത് എത്രമാത്രം തീക്ഷ്ണമായൊരു ആടുജീവിതമാണെന്ന് ഓരോ വായനക്കാരനും വ്യക്തമാകും. ഇബ്രാഹിം ഖാദിരി തന്നെ ഒരു മരീചികയായിരുന്നു എന്ന സംശയത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. പല്ലികളെ കണ്ട് അവിടെ എവിടെയോ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം അത് വായിക്കുമ്പോൾ എൻ്റെ തൊണ്ട വല്ലാണ്ട് വരളുന്നുണ്ടായിരുന്നു. പിന്നെ എത്ര വെള്ളം കുടിച്ചിട്ടും വിട്ടുമാറാത്തൊരു ദാഹം എന്നിൽ അവശേഷിപ്പിച്ചു. കുളിച്ചും നനച്ചും കളിച്ചും ചുമ്മാ പാഴാക്കി കളഞ്ഞ ഓരോ തുള്ളി വെള്ളവും എന്നെ നോക്കുന്നു. തീർത്തും നിർവികാരമായ കണ്ണുകളോടെ ഏതൊരു മനോഹരമായ കാഴ്ചയും അനുഭവവും പങ്കുവയ്ക്കാൻ ഒരാളില്ലാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം. ഒന്ന് സംസാരിക്കാൻ പോലും ആളില്ലാതെ 3 വർഷം 4 മാസം 9 ദിവസം മസ്രയും മരുഭൂമിയും മരീചികയും താണ്ടി ഒടുവിൽ കുഞ്ഞിക്കയുടെ സഹായത്തോടെ നാട്ടിലേക്ക് വിളിച്ച ആ ഫോൺ കോൾ. ഒരു കടലിനപ്പുറം ഇപ്പുറമിരുന്ന് റിസീവർ ചെവിയോട് ചേർത്ത് വെച്ച് കരയുക മാത്രം ചെയ്ത നജീബും സൈനുവും എൻ്റെ കൺമുന്നിൽ എന്ന പോലെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ട എഴുത്തുകാര, ഏറ്റവും സാധാരണമായ വാക്കുകൾ കൊണ്ട് അസാധാരണമായ ജീവിതം സൃഷ്ടിക്കുന്ന മനുഷ്യൻ. ഓരോ നോവലിലും ഓരോ ലോകങ്ങൾ തന്നെ കൺമുന്നിൽ കൊണ്ടുവയ്ക്കുന്ന എഴുത്തുകാരൻ സൃഷ്ടിക്കുന്നത് കഥയാണെങ്കിലും അതിനെ ജീവിതമെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം.